തട്ടിയോ ഫ്രണ്ട് തട്ടിയോ ഗൈസ്? അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു ഓഫ് റോഡ് ട്രിപ്പ് പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൽഹല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു അടിപൊളി ഒരു ട്രാക്കിലേക്കാണ്. അപ്പം നമുക്കറിയാം, നമുക്കിവിടെ മെൽബണിൽ കേരള 4x4 വിക്ടോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫ് റോഡ് ക്ലബ്ബുണ്ട്. ആ ക്ലബിൻ്റെ വകയായിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പം അതിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ഹങ്കർ ജാക്കിൽ കയറി എല്ലാവരും ഒന്ന് ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ പോരുന്നത്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും വാങ്ങിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഇതിപ്പം നമ്മളൊരു ഹാഫ് വേ ത്രൂ പോലും ആയിട്ടില്ല. അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ ട്രാക്ക് തുടങ്ങുന്നതിന് മുമ്പ് കാറ്റൊക്കെ അഴിച്ചു വിടുന്ന ഭാഗമാണ് ഇത്. നമ്മൾ നേരത്തെ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതാകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഗേജ് എത്രയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തിട്ട് 4 എണ്ണം കിട്ടും. 4 പൗച്ചിലാണ് വരുന്നത്. അപ്പോൾ അത് 4 വീലിൽ അങ്ങ് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കുത്തിയിരുന്ന് എത്ര PSI ആണെന്നുള്ളത് നോക്കി ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുക. ഇങ്ങനത്തെ ഒരു സംഭവം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെയാണ് ബോസ് എയർ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനകത്ത് 4 ഇതുപോലത്തെ സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ അതങ്ങോട്ട് ഇതാണോ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര PSI വേണമെന്നുള്ളത് 20 വേണോ, 16 വേണോ, 18 വേണോ. ഞാനിപ്പോൾ 16 വെച്ചേക്കുന്നത്. അല്ല, നമ്മളിന്നിപ്പോൾ പോകാൻ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റോക്കി ആയിട്ടുള്ള ഭയങ്കര കല്ലുകൾ നിറഞ്ഞിട്ടുള്ള ഒരു ട്രാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വൽഹല്ല അവിടെ നിന്നാണ് വൽഹല്ല ടൗൺ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് നമ്മളിത് കുറച്ചിട്ടാണ് ഇനി മുമ്പോട്ട് പോകുന്നത്. അപ്പം നമുക്ക് സ്മൂത്തായിട്ട് ഈ ട്രാക്കിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഓൾവേസ് എൻജിൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് പോകണം കേട്ടോ. യൂസ് ചെയ്യണേ. എൻജിൻ ബ്രേക്ക് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റീപ്പ് ഹിൽ ഡൗൺ ഇറങ്ങുമ്പോൾ നമ്മുടെ നോർമൽ ബ്രേക്ക് കണ്ടുപോകാൻ യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ ബ്രേക്ക് ഷൂ തേഞ്ഞിട്ട് ബ്രേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് കാരണം ഇതുപോലെ ഇറക്കം പോകുമ്പോൾ എപ്പോഴും ലോ ഗിയറിലിട്ടിട്ട് എൻജിൻ ബ്രേക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മളത് നമ്മുടെ പണി തുടങ്ങി. അങ്ങ് ഇതൊരു വലിയ മലയുടെ പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നതാണ്. സ്റ്റീപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു
ഭീകരത മനസ്സിലാകത്തില്ല, അതുപോലെ സ്റ്റീപ്പായത്. അങ്ങ് മുകളിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നു. നമ്മളിപ്പോൾ പകുതി വഴി വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഇനിയും താഴേക്ക് പോകണം. ഏതുണ്ടോ അങ്ങ് താഴേക്ക് കിടക്കണം. ഫിയോണ എങ്ങനെയുണ്ട്? You are scared? Yeah, this is fun. അങ്ങനെ നമ്മളൊരു ഹെയർ പിൻ വളവിൽ വന്ന് നിൽക്കുകയാണ്. കേട്ടോ, ഭയങ്കര ഹെയർ പിൻ വളവാണ്. നോക്കി, അടിപൊളി പരിപാടിയാണ് കേട്ടോ. ഇതിങ്ങനെ താഴേക്ക് അങ്ങ് പോവുകയാണ്. വലിയ മലനിരകളുടെ ഇടയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ട്രാക്ക്. ഇത് മെയ്ഡ് ഇൻ ട്രാക്ക് എന്നാണ് പറയുന്നത്, മെയ്ഡ് ഇൻ ട്രാക്ക്. നമ്മുടെ കൊച്ചി വളവ് വീശിയെടുക്കുകയാണ്. ഇത് മരച്ചില്ലകൾ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഒരു രക്ഷയില്ല. നമ്മൾ നേരെ വന്ന് ഈ വെള്ളം ചാടുന്നിടത്തോട്ട് വരുന്നിടത്ത് അത്യാവശ്യം റൈറ്റ് സൈഡ് ഒരു ടിപ്പുണ്ട്. നമുക്ക് നേരെ നോക്കുമ്പം നേരെ നിരപ്പാൻ തോന്നും. അവിടെ വന്ന് ചാടരുത് പ്ലീസ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു അടിപൊളി ട്രാക്കാണ്. നമ്മള് ഇത് കേട്ടോ, ഇത് മരച്ചില്ലകളാണ്, മരച്ചില്ലകളുടെ ഇടവഴിയാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഇടയ്ക്ക് കുറെ ക്രീക്കുകളും ഉണ്ട്, ചെറിയ ക്രീക്കുകൾ. അപ്പൊ അതിനകത്തോട്ട് ഇങ്ങനെ വെള്ളം പോകുന്നു. വെള്ളത്തിന്റെ ചാലുകൾക്കുള്ളിലൂടെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതുണ്ടോ, ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു തോടാണ്. ആ തോടിൻ്റെ അകത്തൂടിയാണ് നമ്മളിങ്ങനെ ട്രാക്ക്. നോക്കിയേ, ഇതുണ്ടോ. ജിയോ, ട്രാക്ക് പൊളിയാ അല്ലേ? ഒരു രക്ഷയില്ലാത്ത ട്രാക്ക്. കല്ലോട് കല്ല്. കറക്റ്റാണ്, പതിയെ ഇറങ്ങിയാൽ മതി. ഓക്കെ, കറക്റ്റാണ്, മെല്ലെ ഇറങ്ങാവുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, പോരൂ, കറക്റ്റാ. ചെറുതായിട്ട് പാസഞ്ചർ വേണമെങ്കിൽ ഒന്ന് കൊടുത്ത്, ചെറുതായിട്ട് പാസഞ്ചർ കൊടുത്ത് പതിയെ. ഓക്കെ, ക്ലിയർ ആയി. നേരെ പോട്ടെ, കയറി പോട്ടെ, കുഴപ്പമില്ല. ഒന്ന് ലെഫ്റ്റ് ആക്കിയേ. അങ്ങനെ തന്നെ പോട്ടെ, നേരെ ആക്കുക.
അത്രയും തിരിക്കില്ല, അത്ര. ആ ആ, ഒന്ന് ലെഫ്റ്റ് ആക്കാൻ സ്ഥലം ഉണ്ടോ അവിടെ? ലെഫ്റ്റ് ആക്കാലോ. ആ ഇല്ല, കയറിക്കോളും കയറിക്കോളും. നേരെയാക്കാൻ പറ്റുമോ ഇതില്? ആ, കയറി കയറി. ഒന്ന് വേണമെങ്കിൽ റൈറ്റ് എടുത്ത് കയറി പോകാം. ഒരു മിനിറ്റ്. ഒന്ന് റൈറ്റ് ആക്കിയേ. ആ, ഇനി കയറി പോട്ടെ. ഓ, ഒരു സ്റ്റോപ്പ്. ഇവിടെ ഒരു വലിയൊരു കല്ലുണ്ട് ലെഫ്റ്റില്. റിവേഴ്സ് എടുക്കുക. തട്ടിയോ? ഫ്രണ്ട് തട്ടിയോ? ആ, ഇവിടെയാടാ അത്. ഒരു മിനിറ്റ്. റൈറ്റ് ഓടിച്ചേ. ആ, പോന്നോട്ടെ. ആ, ഇനി നേരെയാക്കി വണ്ടി. നേരെയാക്ക്. ആ, ഓക്കെ, പോന്നോട്ടെ. ഓ, ക്ലിയർ ആണ്. കയറി പോന്നോട്ടെ. ഇനിയും ലെഫ്റ്റ് ആക്കിക്കോ. പതുക്കെ മതി. ആ, മതി, അത്ര മതി. ഇനി ഒരു കല്ലും കൂടി മണ്ണുണ്ട്. പതുക്കെ മതി, എൻഡിലായിട്ട് മതി. ആ, കല്ല. കയറി പോട്ടെ. ഓക്കെയാണ്. റൈറ്റ് ചേർത്ത്. നീ കംഫർട്ടബിൾ ഏതാണെന്ന് വെച്ചെടുത്ത്. രണ്ട് സൈഡിൽ കൂടെയും പോരും, കുഴപ്പമില്ല. രണ്ട് സൈഡിൽ കൂടെയും പോരും. നീ ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ചെടുത്തോ. റൈറ്റോ ലെഫ്റ്റോ കുഴപ്പമില്ല. പോന്നോട്ടെ. നേരെയാക്കിയോ. നേരെ പോന്നോട്ടെ. തിരിക്കണ്ട ഇപ്പം. കുറച്ചുകൂടി അങ്ങനെ പോകും. ഒന്ന് ലെഫ്റ്റ് ആക്കി കയറട്ടെ വണ്ടി. അത്ര മതി. എല്ലാം ക്ലിയറാ. ഒന്ന് ലെഫ്റ്റ് ആക്കി. അവിടെ വലിയ കല്ലുണ്ട്. നിർത്തിയിട്ട് വരാം. ആ, കയറിപ്പോട്ടെ. ഒരു സ്റ്റെപ്പാണല്ലോ. റോഡിൽ കയറിയാൽ മതി, വേറെ കാര്യമൊന്നും ഇവിടെ. പതുക്കെ കയറ്റി. പോരെ പതുക്കെ. ഇച്ചിരി ഡ്രൈവർ പിടി. ആ, നമ്മുടെ ഫോറെ കയറണം. കയറ്റിക്കോ. ആ, നിങ്ങൾ ഇച്ചിരി ഡ്രൈവർ പിടിക്കും. ആ, കറക്റ്റാ. അതൊക്കെ കയറിപ്പോളൂ. അടുത്ത ഞാനായി. ഗൈസ് നോക്കൂ, ഒരു രക്ഷയില്ല ഗൈസ്. ഒരു തോട്ടിനകത്തൂടെയാണ് ഈ കാവാലികൻ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവന്റെ വാക്കും കേട്ട് വിശ്വസിച്ച് ഞങ്ങൾ വന്നതാണ്. ഒരു തോട്ടിനകത്തൂടെ ഇവൻ കൊണ്ടുവന്നിരിക്കുകയാണ്.
ഗൈസ് ഒരു രക്ഷയില്ല. അതെ 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 അതെ. ബോണിയാണ് നമുക്ക് സ്പോട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. ഓൾ ഗുഡ് ആണ്. ഓൾ ഗുഡ് ഓൾ ഗുഡ്. വീൽ അങ്ങനെ തന്നെ പിടിച്ചു പോരും. ആ കറക്റ്റാ. അത് കറക്റ്റാ. പോര് പോര് പോര്. ഒന്നുമില്ല. ഗുഡാ. ചെറുതായിട്ട് നേരെ അയക്കും നേരെ അയക്കും നേരെ അയക്കും നേരെ അയക്കും നേരെ അയക്കും. മതി മതി അത്ര മതി. കറക്റ്റ് മതി. അത് കറക്റ്റാ. പോര് പോര് പോര്. ഇനി ഒന്നും ചെയ്യണ്ട. വീലയിൽ ഒന്നും ചെയ്യണ്ട. നേരെ പോരും നേരെ പോരും നേരെ പോരും. ആ ഇനി റൈറ്റ്. ഇനി പാസഞ്ചർ അല്ല ഡ്രൈവർ 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 മൊത്തം ഡ്രൈവർ ഡ്രൈവർ മൊത്തം. ഓക്കെ പാസഞ്ചർ അങ്ങനെ തന്നെ വീല് പിടിക്കണേ. ആ കയറി പോര് കയറി പോര് 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 പോര്. ചെറിയ കല്ലേ കയറി കുഴപ്പമില്ല. കയറിക്കോ കയറിക്കോ. ആ പോട്ടെ പോട്ടെ പോന്നോട്ടെ. പതുക്കെ മതി. പതുക്കെ 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 കാലോട്. ഒന്ന് ലെഫ്റ്റ് ആക്കി ലെഫ്റ്റ് ആക്കി ലെഫ്റ്റ് ആക്കി ലെഫ്റ്റ് ആക്കി. ഒന്നുകൂടി ലെഫ്റ്റ് ആക്കി. ആ കടന്നു പോട്ടെ കുഴപ്പമില്ല. ഇനി ഒന്ന് റൈറ്റ് ആക്കി. പതുക്കെ റൈറ്റ് ആക്കി പതുക്കെ റൈറ്റ് ആക്കി. പോന്നോട്ടെ. ഒത്തിരി റൈറ്റ് ചെയ്യാറുണ്ട്. ആ മരത്തമ്മ ചെന്ന് കയറും. ഒന്ന് ലെഫ്റ്റ് ആക്കിയേ. സോഞ്ചേട്ടാ ഇതിലെ ഈ വൈഡ് ആയിട്ട് എടുക്കണേ. ജിതേഷ് പറഞ്ഞു തരും. കറക്റ്റ് ലൈനാണ്. കുഴപ്പമില്ല. കറക്റ്റ് ലൈനാണ്. പതുക്കെ വരാവും പതുക്കെ വരാവും പതുക്കെ വരാവും. കംപ്ലീറ്റ് നോക്കാം. കുഴപ്പമില്ല. പോരെ പോരെ വണ്ടിയിലേക്ക് പോരെ 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 കുഴപ്പമില്ല. പോണോ 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 കുഴപ്പമില്ല. ആ പോരെ പോരെ അങ്ങനെ തന്നെ. ആ ഒടിച്ച് നോക്കി വെച്ച് പോരെ പതുക്കെ ഇങ്ങനെ പതുക്കെ ക്രോൾ ചെയ്താൽ വരാം. അതായത് ഒരുപാട് ആക്സിഡന്റ് കൊടുക്കണം. പതുക്കെ കയറി പോരെ 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 പോരെ. കഴിഞ്ഞു 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 കേൾക്കും. ഇല്ലില്ലേ ഇല്ല ഇല്ല. അപ്പം നമ്മൾ തോട്ടിൽ നിന്ന് പതുക്കെ കര കയറി ഇതേണ്ട വേറൊരു മലയുടെ മൂട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് വലിയ കയറ്റമാണ്. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം വണ്ടി ഇവിടെ സൈഡിലിവിടെ കയറ്റി പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. അപ്പം അവരങ്ങ് താഴെയാണ്. ഇതേടാ നല്ല കയറ്റമാണ്. ഇത് നമ്മൾ വീഡിയോക്കകത്ത് കാണുന്ന പോലെയല്ല. നമ്മൾ കുത്തനെ കയറ്റം. ഇതാണ് അതിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിയുന്നത്. അപ്പോൾ അവരെന്തോരം താഴെയാണെന്നുള്ളത് നോക്കിയാൽ മതി കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഓഫ് റോഡിൽ. ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ ഓഫ് റോഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, പറ്റിയ രാജ്യമാണ്. അപ്പം ഇതൊക്കെ എൻജോയ് ചെയ്യുക. ഇതിൽ നടക്കാൻ തന്നെ ഭയങ്കര പാടാണ്. കേട്ടോ അപ്പം നമ്മൾ മലമുകളിൽ വന്ന് ദാണ്ട ഇവിടെ നിന്നിട്ട് നമ്മൾ നമ്മുടെ ലഞ്ച് കഴിക്കുന്ന ഭാഗമാണ്. ലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കുണ്ടോ നമ്മൾ ഈ പൊറോട്ട ഇറച്ചിയൊന്നുമല്ല, നമ്മളെല്ലാം സാൻഡ്വിച്ചുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകത്തില്ല. നമ്മൾ മിനിറ്റ് വെച്ച് സാൻഡ്വിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ ലഞ്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്.